ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ 3-4 ദിവസത്തിന് ശേഷം ഞാൻ ഈസ് ബാക്ക്. നമ്മൾ വീഡിയോ ആയിട്ടില്ലെന്നേ ഉള്ളായിരുന്നുള്ളൂ, ഷോർട്സ് നമ്മൾ പറന്നിടുമായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് നമ്മൾ റോസ്റ്റ് ഇന്ന് റോസ്റ്റിൽ നിന്ന് കുറച്ച് മാറ്റി പിടിച്ച ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആവാന്ന് വിചാരിച്ച്. അല്ലല്ല മാങ്ങ എന്നത് മുട്ട എന്നത് വെള്ളം കുടിക്കുന്നതായിട്ടുള്ള ട്യൂട്ടോറിയൽ വീഡിയോ അല്ല. ഇങ്ങനെ പെട്ടെന്ന് കോപ്പി അടിച്ച് പരീക്ഷ പാസ്സാവാം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കോപ്പിയടിയിൽ ബിരുദം നേടിയ കുറേ ആൾക്കാരെയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ലൈക്ക് ചെയ്തേരെ, സബ്സ്ക്രൈബ് ചെയ്തേരെ, ബെല്ലിൽ ഞെക്കിയേരെ. വീഡിയോയിലോട്ട് പോവാം. ഫ്രഷ് ഓക്കെ, അവിടെ ഒരു കൊക്കക്കോള എടുത്തിട്ടുണ്ട്. ഓഹോ, തിരിച്ചു വെക്കുമ്പോൾ അപ്പോൾ കൊക്കക്കോളയുടെ കളർ കാരണം എഴുതിയത് കാണത്തില്ലല്ലയോ. സംഭവം കൊള്ളാം. ഇതൊക്കെ അവിടെ നടക്കുമായിരിക്കും. ഇവിടെ കൊക്കക്കോളയും കൊണ്ട് എക്സാം ഹാളിൽ കയറി കഴിഞ്ഞാൽ ടീച്ചർ ചോദിക്കും, നീയൊക്കെ കൊക്കക്കോള കുടിച്ച് സല്ലഫിക്കാൻ വന്നയാന്നോ അത് പരീക്ഷ എഴുതാൻ വന്നയാന്നോന്ന്. സത്യമില്ലയോ? ഓക്കെ, അതൊന്നുകൂടെ കാണണം. സത്യം പറഞ്ഞാൽ ഇതൊക്കെ പറ്റുമോ? പൊടിച്ചിട്ട് പെൻസിൽ വെച്ച് വരച്ച് എഡിറ്റിംഗ് ആയിരിക്കും. നമ്മൾ ചെയ്യുമ്പം തെറ്റിയാലും നമ്മൾ വിചാരിക്കും അത് അവർ ചെയ്യുമ്പോഴേ കറക്റ്റ് ആവത്തുള്ളൂ. സത്യം പറഞ്ഞാൽ ഇത് എഡിറ്റിങ്ങാ. ഓ, അതങ്ങ് A+ ആക്കിയത്. ആ ചേച്ചിയുടെ മുഖത്ത് ആ സന്തോഷം കണ്ടോ? പഠിച്ചെഴുതി കഴിഞ്ഞാൽ ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമോ? ഒരിക്കലും ഇല്ല. ഓക്കെ, ചേച്ചിക്ക് ഫോൺ ചാരി വെക്കാൻ പറ്റത്തില്ല. ഓ മറ്റില്ല, പിന്നെ കിഡിയ സാധനം. ഈ ബുദ്ധിയൊക്കെ എവിടെ ഇരിക്കുക? സത്യം പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, പരീക്ഷയ്ക്ക് കോപ്പി ഒളിപ്പിക്കുന്നതും ഈ ഫോൺ വെക്കുന്നതും തമ്മിൽ വലിയ ബന്ധം വല്ലതും ഉണ്ടോ? ഈ വീഡിയോക്കകത്ത് അവർ ഇതൊക്കെ എന്തിനാ കുത്തിക്കയറ്റി വെച്ചേക്കുന്നേ? ഓക്കെ, ക്ലാസ് ഇരുന്ന് ഡോറിറ്റോസ് കഴിക്കുന്നു. സാറ് പൊക്കി. സാറ് പൊക്കാതിരിക്കാൻ വേണ്ടി പുതിയ ഐഡിയകൾ ചെയ്യുമോ ഇല്ലയോ? ചവയ്ക്കുന്ന സാറ് കാണത്തില്ലയോ? ഇതിലും എന്തോരം മനോഹരമായിട്ടാ സാറുമാര് പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾ കഴിക്കുന്നേ. കൊള്ളാം. പഠിച്ചൊക്കെ കഴിഞ്ഞ് അഡ്മിഷന് വേണ്ടി പോകുമ്പോൾ പുതിയൊരു കോട്ട ഉണ്ടാക്കുക, ഒരു ആർട്സ് കോട്ട എന്നും പറഞ്ഞിട്ട്. അതിനകത്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു അഡ്മിഷനും അങ്ങ് തരും ഇതൊക്കെ കാണിക്കുന്നതിന്. അല്ലേ, സ്കൂളിൽ പോയിട്ടില്ല അമ്മാവന്മാർ ചീട്ട് കളിക്കുമ്പോൾ ഇരുന്ന് മിച്ചറ് തിന്നുന്ന മാതിരി അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നേരം ലേസ് വാരി തിന്നുന്നത്. ഓക്കെ, സാറ് കണക്ക് ചെയ്യുക 9ന്റെ ഗുണനപ്പട്ടിക. അയ്യോ കഷ്ടം. ഓ ക്ലാസ് റൂമാ. സത്യം പറയാ എങ്ങനെ കൈയടിക്കാതിരിക്കും? ടീച്ചറായിട്ട് പഠിപ്പിക്കാനുള്ള പ്രായമുണ്ട് ആ ചേച്ചിക്ക്. ഞങ്ങൾ ഇത് 4ാം ക്ലാസ്സിൽ വെച്ച് വിട്ട സാധനങ്ങളാണ് ഇതൊക്കെ. ഏത് കോളേജിൽ 9ന്റെ ഗുണനപ്പട്ടിക പഠിപ്പിക്കുന്നത്? പറ, എനിക്കറിയണം. ഇറേസർ, ഇത് നമുക്കറിയാം. ഇത് യൂട്യൂബിൽ കോപ്പി എന്ന് പറഞ്ഞൊരു വാക്ക് നമ്മൾ സെർച്ച് ചെയ്യാൻ നേരം വന്നു കഴിഞ്ഞാൽ ഈ സാധനമായിരിക്കും ആദ്യം വരുന്നത്. ഇറേസർ കയറിയിട്ട് കോപ്പി ഒളിപ്പിച്ച് വെക്കുന്നത്. കൊള്ളാം. ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇങ്ങനെ ഇവർ ഈ കോപ്പി ഒളിപ്പിച്ചുകൊണ്ട് പരീക്ഷ ഹാളിൽ പോകുമല്ലോ. അപ്പോൾ ഹാജരെടുക്കാൻ നേരം ടീച്ചർ പെൻസിൽ വെച്ച് വരയ്ക്കാൻ നേരം എന്തെങ്കിലും ഒന്ന് തെറ്റി ഇവരുടെ കയ്യിൽ നിന്ന് ഈ മായ്പർ മേടിച്ച് മായ്ച്ചാളുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഓക്കെ, ബാഗ് ഇങ്ക് പറ്റി ചേച്ചി ബുക്ക് നോക്കാൻ പറഞ്ഞു. ഇതിനേക്കാളും എത്ര മനോഹരമായിട്ടാണ് പൊതിഞ്ഞേക്കുന്നത്. 8ാം ക്ലാസ് വരെ എത്ര ബുക്കുകളാണ് ഞാൻ ഇങ്ങനെ പൊതിഞ്ഞ് കൊണ്ടുപോയേക്കുന്നത്. 8ാം ക്ലാസ് വരെ. 8ാം ക്ലാസ് കഴിഞ്ഞ് ഒരു ബുക്കിലായിരുന്നു 10 വിഷയം എഴുതുന്നത്.
ഇത് ക്ലാസ്സിൽ ഫോൺ കൊണ്ടുപോയിട്ട് വളരെ സെൽഫി എടുക്കുന്നു. ഓക്കെ, ഫോൺ ഇവർക്ക് ലോജിക് എന്ന് പറയുന്ന സാധനമില്ല കേട്ടോ. ഇതൊക്കെ കാണുമ്പോഴേക്ക് ചന്ദനമഴ സീരിയലിലെ അമൃത ചേച്ചിക്ക് ഇതിനേക്കാളും വിവരം ഉണ്ടായിരുന്നു. എന്തായാലും കൊള്ളാം കേട്ടോ. നടക്കാത്ത കാര്യം എന്തെങ്കിലും കാണാൻ രസമുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മളെ എന്നും റോസ്റ്റിംഗ് ഇടുന്നതുകൊണ്ട് ഇന്നൊരു വെറൈറ്റി പിടിക്കാൻ വേണ്ടി ഈ റിയാക്ഷൻ വീഡിയോ ഇട്ടെ. ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്തേരെ, സബ്സ്ക്രൈബ് ചെയ്തേരെ, വലിയ ഞെക്കിയേരെ. അപ്പോൾ നമ്മൾ നേരത്തെ ഇട്ട വീഡിയോ കാണണമെങ്കിൽ ഈ ലിങ്ക് ഇപ്പോൾ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.